കേരളത്തെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. നല്ലത് ചെയ്യുമ്പോൾ അഭിനന്ദിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലെ റബ്ബർ കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിലെ 70കളിലെയും 80കളിലെയും സ്ഥിതിയാണെന്നും കേരളം അതിൽ നിന്നും എത്രയോ മുന്നോട്ട് പോയെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സർക്കാരിനെ അഭിനന്ദിക്കുക. കാരണം 150 രൂപയിൽ താഴെ വന്നു കഴിഞ്ഞു. അവരാ വിലസ്ഥിരത സംവിധാനം ഏർപ്പെടുത്തിയത് വളരെ തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കട്ടെ. അതൊരു സർക്കാർ മുന്നോട്ട് വരുന്ന അവസരത്തിൽ ആ സർക്കാരിനെ അഭിനന്ദിക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് 70കളിലെയും 80കളിലെയും നമ്മുടെ അവസ്ഥയാണ്. അവർ തന്നെ റബ്ബർ വെട്ടുന്നു, അവർ തന്നെ അത് പാലെടുക്കുന്നു, അവർ തന്നെ അത് ഷീറ്റാക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹ്യ സ്ഥിതി. പക്ഷെ നമ്മളതിൽ നിന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിനിഷ. ഗുഡ് മോർണിംഗ്. ഒരു റബ്ബർ കർഷകന്റെ സന്തോഷമാണോ മുഖത്ത് കാണാനുള്ളത്? കേന്ദ്രമന്ത്രിയുടെ വക അഭിനന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാർ കർഷകർക്കൊപ്പം നിൽക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന് കിട്ടിയ ഒരു അംഗീകാരം റബ്ബർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി കേരളത്തെ പ്രശംസിച്ചത്. റബ്ബർ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ വില സ്ഥിരതാ ഫണ്ട് 170 രൂപയാണ് സംസ്ഥാനം നൽകുന്നത്. 170 രൂപയ്ക്ക് താഴെ റബ്ബർ വില പോയാൽ, ഉദാഹരണത്തിന് 150 രൂപയാണ് ഒരു കിലോ റബ്ബറിന് മാർക്കറ്റിലെ വിലയെങ്കിൽ 20 രൂപയും കൂടെ സർക്കാർ സബ്സിഡി കൊടുക്കും. അതിന് 140 രൂപയാണ് വിലയെങ്കിൽ സർക്കാർ 30 രൂപ സബ്സിഡി കൊടുക്കും. അങ്ങനെ 120 രൂപ റബ്ബറിന് ലഭിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ. അപ്പോൾ നിലവിൽ ഇപ്പോൾ റബ്ബർ വില ഉയർന്നു നിൽക്കുകയാണ് എങ്കിൽ കൂടിയും അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. വില താഴ്ന്നാലും കർഷകർക്ക് നിർബന്ധമായി 170 രൂപ ഉറപ്പായും ലഭിക്കുന്ന ഒരു സംവിധാനം രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളോട് വ്യക്തമാവുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 1970കളിലെയും 80കളിലെയും അവസ്ഥയാണ് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകരുടെ, റബ്ബർ കർഷകരുടെയൊക്കെ അവസ്ഥ. അപ്പോൾ കേരളം അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയി. അതിന് കേരളം മുന്നോട്ട് പോയതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് പറയണമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന വില റബ്ബറിന് ലഭിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഈ റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല കേരളം ഈ മാതൃക സൃഷ്ടിക്കുന്നത്. നെൽ സബ്സിഡിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും കേരളം മാതൃക സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാജ്യത്തെ ഏറ്റവും അധികം നെല്ലിന് സബ്സിഡി ലഭിക്കുന്നത് ഈ കേരളത്തിലാണ്. 28 രൂപ ആണ്, 28 രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ നെല്ലിന് സബ്സിഡിയായി ലഭിക്കുന്നത്. അത് മറ്റു സംസ്ഥാനങ്ങളിൽ 23 രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ 5 രൂപയിലേറെ വർധനവുണ്ടായി 28 രൂപയോളം ലഭിക്കുന്നു. അങ്ങനെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കർഷകരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് റബ്ബർ കാർഷിക മേഖലയുടെ കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിലും നെൽകർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിലും അവർക്ക് സബ്സിഡി നൽകുന്ന കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം സ്വീകരിക്കുന്ന ഒരു മാതൃക തന്നെയാണ്. ആ മാതൃകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടി കേരളീയൻ കൂടിയായിട്ടുള്ള കോട്ടയംകാരൻ കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ അഭിനന്ദിച്ചിട്ടുള്ളത്. വിനുഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.